പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ അമിതമായിട്ട് അങ്ങ് ചിന്തിച്ചു കൂട്ടും. ഈ രീതിയിൽ നടക്കും, ആ രീതിയിൽ നടക്കും എന്ന് പറഞ്ഞ് മനസ്സമാധാനം കളഞ്ഞ് ടെൻഷൻ അടിച്ച് ജീവിക്കും. ചിലർക്ക് ഇത് വളരെയധികം കൂടുതലായിരിക്കും. ആവശ്യമില്ലാത്ത ചിന്തകളും ടെൻഷനും മനസ്സമാധാനക്കേടും പിന്നെ ആ വഴി ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും. ചിലർക്ക് പൗർണമി അമാവാസി പോലെയുള്ള ദിവസങ്ങളിൽ ഇത് വളരെ കൂടുതലായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, പൗർണമിയിലും അമാവാസിയിലും കടലിൽ വേലിയിറക്കവും വേലിയേറ്റവും ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. നമ്മൾ മനുഷ്യരിൽ ചന്ദ്രഭഗവാന്റെ ആധിക്യം കൂടിയും കുറഞ്ഞും ഇരുന്നാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലർക്ക് പൗർണമി വരുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല, അലസമായി മടി പിടിച്ച് വീട്ടിലിരിക്കാൻ തോന്നും. ചിലർക്ക് അമാവാസി വരുമ്പോഴായിരിക്കും ഈ ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളിൽ പീരിയഡ്സ് ആകുമ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക എന്ന് പറയുന്ന അതേ രീതി തന്നെ. പക്ഷേ നമ്മളിൽ പലരും ഇത് ശ്രദ്ധിക്കാറ് പോലുമില്ല. ഇനി അമാവാസി പൗർണമി ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇങ്ങനെയുണ്ടെങ്കിൽ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 27 പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടും. വീഡിയോ കാണാൻ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതിയാവും.